ഹലോ ഗായ്സ്, നമസ്കാരം, അസ്സലാമു അലൈക്കും, ഹല്ലേലൂയ, സസ്രകാൽ. ഇത് നമ്മളെ പാജിക്കാണ്, നമ്മൾ മുംബൈയിലുള്ള പാജിക്കും പാജിയുടെ ഫ്രണ്ട്സിനും വേണ്ടിയുള്ള സസ്രകാൽ. അപ്പോൾ വെള്ളിയാഴ്ച ആശംസകൾ. നേരിട്ട് നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ രണ്ട് സ്പെഷ്യലായിട്ടുള്ള, വളരെ ബോൾഡായിട്ടുള്ള, എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ലേഡീസിനെ പറ്റിയിട്ടുള്ള, രണ്ട് മുത്തുകളെ പറ്റിയിട്ടുള്ള കഥയാണ് ഇന്ന് വരുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഗായ്സ് അധികം പിന്നെ കിസ്സയൊന്നും അധികം പറയാണ്ട് ഡയറക്റ്റ് കാര്യത്തിലേക്ക് പോവാം. പിന്നെ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മലയാളത്തിൽ ഏറ്റവും ഇന്ന് നടക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കുണഞ്ഞ ഒരു ക്ലാസ്റ്റ് അലമ്പ് ഷോ ആണ് ബിഗ് ബോസ്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ എന്തോ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ലിപ്പ് ഇങ്ങനെ കണ്ടു. അതിൽ ഒരു ലേഡി, അപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അവരുടെ പേര് ലക്ഷ്മി. അവരൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ആ അഭിപ്രായം അവർ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബിഗ് ബോസിൻ്റെ ആങ്കർ ലാലേട്ടൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് പിന്നെ പേടിപ്പിച്ചിട്ട് അവരുടെ അഭിപ്രായം മാറ്റിക്കാനൊക്കെ നോക്കുന്നുണ്ടേ. അങ്ങനെയല്ലല്ലോ, സമൂഹത്തിൽ എല്ലാവർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവരെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഒരു സ്റ്റാൻഡ് പറഞ്ഞിട്ട് ആ സ്റ്റാൻഡിൽ നിൽക്കുന്ന നൃത്തം, ദാറ്റ് ഈസ് സോ സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഡയറക്റ്റ് വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ ഹീറോയിൻ ലക്ഷ്മി. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ടോ. ആരെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ആരും അതിൽ പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ആദ്യം നിന്നെ പോയി മാറ്റും എന്നുള്ളത്. അപ്പൊ അതെന്ത് ഉദ്ദേശിച്ചതാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായില്ല. ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രം. മസ്താനി പേടിച്ചിട്ട് അപ്പം തന്നെ നിലപാട് മാറ്റുന്നുണ്ട്. മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കാൻ നിങ്ങളുടെ വീട്ടിൽ കേട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ കേട്ടില്ല. അക്ബറിന്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കേട്ടോ? ഇല്ല, കേട്ടൂല. കേട്ടിക്കോ, നിങ്ങളെ വീട്ടിലൊക്കെ ആരെയും കേട്ടാലോ, അതിന് നമുക്കെന്താ. സംഭവം കിട്ടിയല്ലോ. അതായത് അവര് ലക്ഷ്മിയുടെ പേഴ്സണലായിട്ട് അഭിപ്രായം പറഞ്ഞതാണ്. ആ ഗെയിമിന്റെ ഇടയ്ക്ക് പറഞ്ഞു ഇവരെ വീട്ടിൽ കൊള്ളാൻ പറ്റാത്ത ടീംസ് ആണെന്നൊക്കെ എന്തോ പറഞ്ഞു. അപ്പൊ അതിനിങ്ങനെ പിന്നെ എല്ലാവരും അവിടെ ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന എല്ലാവരും പിന്നെ ലാലേട്ടന്റെ അഭിപ്രായമാണോ അവര് പിന്തുടരേണ്ടത്? അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ അഭിപ്രായങ്ങളില്ലേ? പേടിപ്പിച്ചിട്ട് പിന്നെ അഭിപ്രായം മാറ്റിക്കാനൊക്കെ ലാലേട്ടൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പരാജയപ്പെട്ടു പോയി. ലക്ഷ്മി കാണിച്ച ആ സാധനത്തിന്റെ പേരാണ് ആറ്റിറ്റ്യൂഡ്. അവിടെ അവർക്കുണ്ടായ പ്രഷർ എത്ര ഹെവി പ്രഷറായിരിക്കും. ലാലേട്ടൻ വന്നിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ പറയാറ്? പിന്നെ അവിടെ ആർക്കും പ്രശ്നമില്ലല്ലോ. അവിടെ ആർക്കും പ്രശ്നം ഉണ്ടാവണമെന്നില്ല. അവരെല്ലാവരും ഒരു ഗ്രൂപ്പ് നോംസ് ഉണ്ടാക്കിയിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യണമെന്ന്. അങ്ങനെ സോ കോൾഡ് അങ്ങനെ നമ്മളൊരു ക്ലീശേ ആയിട്ടുള്ള നിലപാടേ എടുക്കാൻ പാടുള്ളൂ എന്ന് നിയമമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട് നിങ്ങളവിടെ വീട്ടിൽ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി കൂളായിട്ട് പറയുന്നുണ്ട് ഇല്ല, ഞാൻ കേട്ടില്ല. അപ്പോൾ ഒന്നും കൂടി കണ്ടത്. അതാണ് പോയിന്റ്. ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ, അവരെ കയറ്റിക്കോളൂ. ലാലേട്ടന്റെ വീട്ടില് ആരെ കയറ്റണം, അല്ലെങ്കിൽ ലാലേട്ടന്റെ വീട്ടില് ലാലേട്ടനെ ആരെ കയറ്റണം, ആരെ ഇറക്കണം എന്നൊക്കെ ലാലേട്ടനെ തീരുമാനിക്കാനുള്ള അവകാശമുള്ളത് പോലെ തന്നെയാണ് ലക്ഷ്മിക്കുള്ള റൈറ്റ്സ്. ലക്ഷ്മിക്ക് തീരുമാനിക്കാം ഇവരെ എൻ്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന്. ഹാറ്റ്സ് ഓഫ്. അതില് നമുക്ക് അതിന്റെ എന്താ പറയാ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിബേറ്റിലേക്കൊന്നും പോകണ്ട. അതായത് പിന്നെ അവർക്ക് ലെസ്ബിയൻസ് ആകാം, അവർക്ക് വേറെ ആൾക്ക് വേണമെങ്കിൽ ഗേ കപ്പിൾസ് ആകാം, അതിനൊന്നും ഒരു വിഷയമില്ല. അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. പക്ഷെ അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് അവരുടെ വീട്ടിൽ കയറ്റണ്ട എന്നുള്ള തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മാന്യതയും കൂടി നമ്മൾ കാണിക്കണം. അതിപ്പോൾ ലാലേട്ടൻ എനിക്ക് തോന്നുന്നില്ല പേഴ്സണലായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം ഒന്നും എടുക്കൂലേ. ഇത് ബിഗ് ബോസിന്റെ പിന്നെ മാനേജ്മെന്റ് ടീം ഒരു എഴുതി കൊടുത്തിട്ടുണ്ടാവും സ്ക്രിപ്റ്റ്, അത് വായിച്ചായിരിക്കും.
ലാലേട്ടനൊന്നും കുറ്റം പറയുന്നില്ല, തൊളിഞ്ഞ പരിപാടിയല്ലേ. പക്ഷെ എന്തായാലും അത് ആ പരിപാടി കൊണ്ടൊരു ഗുണമുണ്ടായത് പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ബോൾഡായിട്ടുള്ള വുമൻ ക്യാരക്ടറിന് നമുക്ക് മനസ്സിലായി. ഇപ്രാവശ്യത്തെ ആ ബിഗ് ബോസ് അവാർഡ് അങ്ങ് കൊടുത്തേക്ക്, അധികം സമയമൊന്നും കളയാൻ നിൽക്കണ്ട എന്നാണ് എൻ്റെ ഒരു വിനീതമായ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ഏഷ്യാനെറ്റ് എന്തിനാണെന്നറിയില്ല, അവര് പിന്നെ സൊസൈറ്റിയിൽ ഇനി കൂടുതലായിട്ട് പിന്നെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നറിയില്ല, ഭയങ്കര സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് വെടിയേറ്റ് ചാറ്റം വന്നിട്ട് കിടപ്പിലായ ആൾക്കാരെ പോലെയാണ് ആദിലിനെയും നൂറിനെയും പ്രൊമോട്ട് ചെയ്യുന്നത്. എന്തിനാ ഇത്ര അധികം ഡെക്കറേഷൻ ഒക്കെ കൊടുക്കുന്നത്? ദേ ആർ എ ലെസ്ബിയൻ കപ്പിൾ, ഇറ്റ്സ് ഓക്കെ ടു ബി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നും ഇങ്ങനെ പിന്നെ ഇവർ കൊടുക്കുന്ന പിന്നെ പ്രൊമോഷൻ കണ്ടാൽ തോന്നും ഭയങ്കരമായിട്ട് അവർ രാജ്യത്തിന് വേണ്ടിയിട്ട് അതിർത്തിയിൽ പോയിട്ട് പോരാടിയിട്ട് വന്ന ടീംസായിട്ടാന്ന് വിചാരിക്കും. ഈവൻ ലാലേട്ടൻ അടക്കം ഓവർ പ്രൊമോഷൻ കൊടുക്കുകയാണ്. അതുപോലെ ലക്ഷ്മിനെ അന്നിങ്ങനെ പിന്നെ ലാലേട്ടൻ വന്നിട്ട് ഫയർ ചെയ്തപ്പോൾ അവിടെയുള്ള ആഘോഷം കാണേണ്ടതായിരുന്നു. മൊണ്ണകൾ ഒറ്റൊന്നിനും ചിന്തിക്കാനുള്ള ഇതില്ല. അവർ ഗ്രൂപ്പായിട്ട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് ഒരു നോംസ് ഉണ്ടാക്കി വെച്ചിരിക്കുക, അല്ലാണ്ട് സ്വന്തമായിട്ട് ഒരു നിലപാടും ഇല്ല, ഒരു കുന്തവും ഇല്ല. കണ്ടോ, ഫുള്ളായിട്ട് ബാക്കിയുണ്ടോ? ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത്? ഇവിടെ തന്നെ കേരളത്തിലെ സമൂഹത്തിൽ. അയ്യോ, വീട്ടിൽ കേട്ടാൻ കൊള്ളാത്ത ആൾക്കാർ സമൂഹത്തില്. അപ്പൊ ഗൈസ്, ഒന്നാമത്തെ നമ്മളെ പിന്നെ ലക്ഷ്മി, രണ്ടാമത്തെ ലേഡി ആരാന്ന് വെച്ചാല് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച നോക്കി നമ്മൾ മനസ്സിലാക്കി വെച്ച ആള് അടിപൊളി ധൈര്യത്തോടു കൂടി ബോൾഡായിട്ട് ഒറിജിനൽ വുമൻ എംപവർമെന്റ് എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഒരു ലേഡിയാണ്. പേര് സുനിത ദേവദാസ്. സുനിത ദേവദാസ് ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ പല ആൾക്കാരെയും മനസ്സിലൊക്കെ ഉണ്ടാവും, അതെന്താ ഇപ്പൊ ലാലേട്ടന് മാത്രം ഇപ്പോൾ ഒരു അവാർഡ് കൊടുത്തത്, പിന്നെ മമ്മൂക്കയും നല്ല കുറെ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് ജൂറിക്ക് പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാകും, അതിൽ പൊളിറ്റിക്സും പിന്നെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്ത് തന്നെ ആയാലും ലാലേട്ടന് കിട്ടിയാലും മമ്മൂക്കാക്ക് കിട്ടിയാലും മലയാളത്തിനല്ലേ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഒരു ആവശ്യമുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവാർഡിലൊന്നല്ല ഇഷ്യൂ. അവാർഡ് അവിടെ കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ കേരളത്തിൽ ഇവിടെ ഒരു പറാട്ട നാടകം നടന്നേ, ഒരു എക്സൈസ് ഇതുവരെ ഇല്ലാത്ത ഒരു അവതാരം എക്സൈസ് കമ്മീഷണറൊക്കെ കൊണ്ടുവന്നിട്ട് ഏതോ വണ്ടി ഭൂട്ടാൻ നട്ടം കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് പരക്ക റെയ്ഡ്. അവിടെ പാല് കാച്ചൽ, ഇവിടെ റെയ്ഡ്, അവിടെ അവാർഡ് കൊടുപ്പ്, ഇവിടെ മമ്മൂക്കാന്റെ വീട്ടിൽ റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ ചുരുക്കി പറയാന്ന് വെച്ചാൽ ഇതിന്റെ പിന്നിൽ ഒരു പിന്നെ വർഗീയ അജണ്ട ഉണ്ട്, ഒരു നാറിയ കളികളുണ്ട്. ഇത് കളിക്കുന്നത് ആരാണെന്ന് നമുക്കറിയില്ല കറക്റ്റ്. പക്ഷെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജനങ്ങളെ രണ്ട് ധ്രുവത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവർക്ക് അറിയുന്നുണ്ട് കേരളത്തിലെ ആൾക്കാർ നല്ല നല്ല മൊരിഞ്ഞ ബീഫ് ഫ്രൈയും പൊറോട്ടയും അടിച്ച് നടക്കുന്ന ടീമാണെന്ന് ഇവർക്ക് അറിയുന്നില്ല. ഇതല്ല, ഇതിന്റെ അപ്പുറവും ചാടിക്കിടന്നവനാണ് ഈ KK. അതായത് ഇത് കാണിച്ചു തരാം. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങുമ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കണമെന്ന് തീരുമാനിച്ചത് ആരാണ്? വാഹനങ്ങളിൽ പരിശോധന തുടരുകയാണ്. അവിടെ പാല് കാച്ചൽ, പഴയ വീട്ടിലെ ഗ്യാരേജിലെ പരിശോധന ദൃശ്യങ്ങളാണോ? ഇവിടെ വീട്ടിൽ കൂടെ മമ്മൂട്ടിയുടെ വീട്ടിൽ അതിന്റെ ഗ്യാരേജിൽ പരിശോധന നടക്കും. മമ്മൂട്ടിയായിട്ടൊരു ബന്ധമില്ല. ചെക്കൻ ദുൽഖർ എന്തോ 2 കാറ് വാങ്ങിയതാണ്. ലോകത്തിന്റെ നെറുകയിലേക്ക് വരുമ്പോൾ മറ്റേയാൾ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് അന്നേ ദിവസം തന്നെ ആ സമയത്ത് തന്നെ വീഴണമെന്നത് ആരുടെ പകയാണ്? പണ്ട് ഏതോ ഒരുത്തര റോഡ് മേലെ ഇറക്കി വിട്ടില്ലേ, അവന്റെ പകയായിരിക്കും നടക്കു വന്നത്. വണ്ടിന്നേ മമ്മൂക്ക എവിടെയോ പോകുമ്പോ എന്തോ ഒരു ചളി കോമഡി അടിച്ചതിനടുത്തന്നെ വണ്ടിന്ന് ഇറക്കി വിട്ടു. ദിവനാണേ കോമാളി. ഓപ്പറേഷൻ നങ്കോർ, നാഷണൽ സെക്യൂരിറ്റി, എക്കണോമിക് സെക്യൂരിറ്റി പറഞ്ഞുതരാം. കേക്ക് റോ വരുന്നുണ്ട്, FB വരുന്നുണ്ട്. അതെ, സുരേഷ് ഗോപി. സുരേഷ് ഗോപി ഒരു ഓടി എടുത്തിരുന്നേ. പോണ്ടിച്ചേരിയിലെ ചെറിയൊരു ഫ്ലാറ്റിന്റെ അഡ്രസ് വെച്ചിട്ട് സുരേഷ് ഗോപി സാറ് ഒരു ഓടി വാങ്ങിയിരുന്നു. ഇതേ സുരേഷ് ഗോപിന്റെ കഴുത്തിലൊരു മാല ഉണ്ട്, ഒരു പുലിനകത്തിന്റെ, പുലി പല്ലിന്റെ. അയാൾ ഇവിടെ ഭയങ്കരമായ ഇത് നടത്തിക്കൊണ്ടിരിക്കും ആയിരിക്കും.
ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. എനിക്ക് നല്ലത് മുന്നോട്ട് കൊണ്ടുപോയി ചള്ള കലങ്ങും. ഇഷ്ടമില്ലാത്ത സിനിമ എടുത്താൽ ഭീഷണി ഉണ്ടാവും, സൈബർ അറ്റാക്ക് ഉണ്ടാവും, പലതരം കേസുകൾ ഉണ്ടാവും. ചൊൽപ്പടിക്ക് നിന്നാൽ എന്ത് വേണമെങ്കിലും തരുമെന്ന് മെസ്സേജ് തരാൻ ചിലർക്ക് എല്ലും കഷ്ടം എറിഞ്ഞു കൊടുക്കും. അപ്പ കഷ്ടം എല്ലും കഷ്ടം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. എല്ല് മാത്രം മതി, ഇറച്ചി വേണമെന്നില്ല. തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കളിക്കുന്ന ആൾ മറക്കരുത്. ഞങ്ങൾ മലയാളികൾ ഇതിനെതിരെ ഒന്നും പറയാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾക്ക് ലാലേട്ടനും മമ്മൂക്കയും കണ്ണും ഹൃദയവും പോലെ, അല്ലെങ്കിൽ ഇടത് കണ്ണും വലത് പോലെ എത്രയോ. അതായത് പിന്നെ പറഞ്ഞില്ലേ, അവിടെ പാല് കാച്ചൽ, ഇവിടെ പിന്നെ വീട്ടിക്കൂടൽ, അവിടെ പാല് കാച്ചൽ, ഇവിടെ താലികെട്ട് പാല് കാച്ചൽ എന്ന് പറഞ്ഞ പോലെ അന്ന് നമ്മുടെ പിന്നെ ലാലേട്ടന് അവാർഡ് കൊടുക്കുമ്പം തന്നെ ആ ദിവസം തന്നെ ഇവിടെ പിന്നെ മമ്മൂക്കാന്റെ വീട്ടിൽ അടിപൊളിയായിട്ട് കസ്റ്റംസിന്റെ റെയ്ഡ്, പിന്നെ ഏതോ പണ്ട് തൂക്കി വെക്കാൻ വെച്ച വണ്ടികൾ പിടിച്ചിട്ട്, അത് ഇതുവരെ ഇല്ലാത്ത ഷോ ആണ് ഇതിലെ പ്രശ്നം. ആർക്കും റെയ്ഡൊക്കെ നടത്താം, പിടിക്കാം, എന്തും ചെയ്യാം. പക്ഷേ ഇവിടെ നടന്ന ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എവിടുന്നോ കള്ളക്കടത്താരം കടത്തി വന്നതുപോലെ പിന്നെ ഇവർ വണ്ടി മേടിച്ചു. അപ്പോൾ അതേപോലെ തന്നെയാണ് സുരേഷ് ഗോപി സാറ് ഒരു വണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു പോണ്ടിച്ചേരിയിൽ നിന്ന്. സുരേഷ് ഗോപിന്റെ വീട് പോണ്ടിച്ചേരി ഒന്നല്ലല്ലോ, ടാക്സ് മുക്കണ്ടിട്ട് പോണ്ടിച്ചേരി പോയിട്ട് ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് വണ്ടി മേടിച്ചു. എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ്, പൈസ വെട്ടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിരുന്നു. അതിന്റെ പേരിലൊരു കേസുണ്ട്. ആ കേസ് എന്തായി എന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ഗോപി സാറ് ഒരു മാല ഇട്ട് നടക്കുന്നുണ്ട്, നമ്മുടെ വേടനെ പിടിച്ചിട്ടില്ലേ, സെയിം മാല തന്നെ, പുലിനാഗോ പുലിപ്പല്ലോ എന്തോ ആയിട്ടുള്ളത്. അതിനെതിരെ ഒന്നും കേസൊന്നും നടക്കൂലേ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്രഹസനം നടത്തുന്നത് നിങ്ങൾ കേരളത്തിലാണ്. ഇത് പിന്നെ ഗുജറാത്തോ യു പിയോ ഒന്നല്ല. ഇവിടെ ജനങ്ങൾ നന്നായിട്ട് ബീഫും പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ചേരിതിരിവുണ്ടാക്കി വർഗീയത ഉണ്ടാക്കിയിട്ട് പിന്നെ ഇനി വരാൻ പോകുന്ന കാലത്തെങ്കിലും എന്തെങ്കിലും വോട്ടെല്ലാം കിട്ടിയിട്ട് ഇവിടെ ജയിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണെങ്കിൽ സർ തെറ്റിപ്പോയി, സ്ഥലം മാറിപ്പോയി. നിങ്ങൾക്ക് ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുൽഖർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ പൃഥ്വിരാജ് ആയിക്കോട്ടെ ഒരു ഫോൺ കോൾ ചെയ്താൽ മതി, സാർ ഇങ്ങനെ ഒരു വണ്ടിയെ പറ്റി ആക്ഷേപം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലത്തേക്ക് വണ്ടിയും പിന്നെ നിങ്ങൾക്ക് എന്നാ വേണ്ടുന്ന സ്റ്റേറ്റ്മെന്റ്സ് അവിടെ എത്തും. ഇത് ചുമ്മാ ഷോ ഇറക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജിന്റെ വീട്ടിൽ റെയ്ഡ്, പിന്നെ ദുൽഖറിന്റെ വീട്ടിൽ റെയ്ഡ്, പിന്നെ അതിന് ഒരു പ്രാസൊപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു പാവപ്പെട്ട അമിത് ചക്കാലക്കല്ല അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതേ റെയ്ഡ് പിന്നെ സുരേഷ് ഗോപിന്റെ അടുത്തില്ലേ, സുരേഷ് ഗോപിന്റെ PY വണ്ടി എന്തിനാ PY വണ്ടി എടുക്കേണ്ട ആവശ്യം? കേരളത്തിൽ ജീവിക്കുന്ന ആൾക്ക് എന്തിനാ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വണ്ടി എടുക്കേണ്ട ആവശ്യം? അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ലാലേട്ടന്റെ വീട്ടിൽ ചെറിയ 2 ആനക്കൊമ്പുണ്ടല്ലോ, ആരോ ഒരു ആരാധകൻ ഗിഫ്റ്റ് കൊടുത്ത ഒരു 2 ആനക്കൊമ്പില്ലായിരുന്നു, അതിന്റെ എന്തൊരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാർ. അപ്പൊ അതിനൊന്നുമില്ലേ? ഇത് അപ്പുറം ഇപ്പുറം അടിയുണ്ടാക്കാന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് കുളം കലക്കിയിട്ട് മീൻ പിടിക്കാൻ ചില അസ്തുക്കൾ ശ്രമിക്കുന്നുണ്ട്. അത് കേന്ദ്രത്തിലുള്ള അസ്തുക്കളാകാം, ഇവിടെയുള്ള അസ്തുക്കളാകാം, ആരൊക്കെ ആണെങ്കിലും ഇങ്ങനെ ശ്രമം വളരെ വിശദമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക കാര്യങ്ങൾ. ഓക്കേ, ബൈ.